ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ സർക്കാരിന്റെയും CPM-ന്റെയും ഇരട്ടത്താപ്പ് തുടരുന്നു. റവന്യൂ വകുപ്പ് അന്വേഷണ റിപ്പോർട്ട് നൽകി 3 ആഴ്ച പിന്നിട്ടും നടപടിയില്ല. കുടുംബത്തിന്റെ CBI അന്വേഷണം എന്ന ആവശ്യത്തെയും CPM തള്ളി. കുടുംബത്തിനൊപ്പം ഉണ്ടെന്ന് പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് CBI അന്വേഷണത്തെ പരസ്യമായി തള്ളുന്നത്. ശാലിനി തുടരുന്നുണ്ട്. ശാലിനി, നവീൻ ബാബുവിന്റെ മരണത്തിൽ സർക്കാരിന്റെയും CPM-ന്റെയും ഇരട്ടത്താപ്പ് തുടരുകയാണ്. ഒരേ സമയം ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും നിൽക്കുന്ന നിലപാട് തന്നെയല്ലേ CPM-നുള്ളത്? നിഖില, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഒക്ടോബർ 15-നാണ് കണ്ണൂർ ADM നവീൻ ബാബു മരണപ്പെടുന്നത്. അതിന് ശേഷമുണ്ടായ അഭ്യൂഹങ്ങൾ, വിമർശനങ്ങൾ, വിവാദങ്ങൾ, ചർച്ചകൾ ഇതെല്ലാം ഇപ്പോൾ ഏകദേശം ഇത്രയധികം ദിവസങ്ങൾ പിന്നിട്ടിട്ടും അതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്താനോ ആ അന്വേഷണത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനോ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ ഒരു സംഭവം നടന്നത് ഏകദേശം ഒരാഴ്ച പിന്നിടുമ്പോഴാണ് അടിയന്തരമായി തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലാൻഡ് റവന്യൂ അഡീഷണൽ കമ്മീഷണറെ ചുമതലപ്പെടുത്തുന്നത്. ആ ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ചില റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നു. റിപ്പോർട്ട് സർക്കാരിന് മുൻപിലേക്ക് എത്തുന്നു. ആ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകുന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആരോപണ വിധേയായി നിൽക്കുന്ന PP ദിവ്യയുടെ മൊഴി എടുക്കാതെയാണ് അന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ ഈ റിപ്പോർട്ട് സർക്കാരിന് മുൻപിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. അന്ന് മൊഴി നൽകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെയും ഒരു പാർട്ടി സംരക്ഷണം അന്നേ PP ദിവ്യയ്ക്ക് ഒരുക്കുകയും ചെയ്തു. ഒരു തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ആ റിപ്പോർട്ട് സർക്കാരിന് മുൻപിലെത്തി ഏകദേശം 3 ആഴ്ചകൾ പിന്നിട്ടിട്ടും അതിൽ കൃത്യമായൊരു നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകാത്തത് എന്നുള്ളതാണ്. പോലീസ് അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുകയാണ് എന്ന് പറയുമ്പോഴും രണ്ടാമതും ജില്ലാ കളക്ടർ അടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിയ ഒരു സാഹചര്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ അന്വേഷണത്തിൽ തൃപ്തരല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത് CBI അന്വേഷണം തന്നെ കൃത്യമായി ഇതിൽ വേണമെന്നൊരു ആവശ്യം കുടുംബം മുന്നോട്ട് വയ്ക്കുകയും CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ കുടുംബം നടത്തുകയും ചെയ്തത്. അവിടെയാണ് ഈ CPM-ന്റെ ഇരട്ടത്താപ്പ് പുറത്തു വരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നവീന്റെ കുടുംബത്തോടൊപ്പമാണ് തങ്ങളെന്ന് നിരന്തരം ആക്രോശിച്ച് അല്ലെങ്കിൽ നിരന്തരം പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ CBI അന്വേഷണത്തെ ഭയക്കുന്നുണ്ട്. പക്ഷേ CBI കേരളത്തിലേക്ക് എത്തുകയാണെങ്കിൽ, ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കുകയാണെങ്കിൽ അത് PP ദിവ്യയ്ക്ക് മാത്രമല്ല CPM-ന് വലിയ രീതിയിലുള്ള കുരുക്കാകുമെന്നുള്ളത് CPM ഭയക്കുന്നുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് CBI അന്വേഷണം വേണ്ട എന്നൊരു നിലപാടിലേക്ക് പാർട്ടി സംസ്ഥാന നേതൃത്വം ഇപ്പോൾ എത്തുന്നത്. കണ്ണൂർ ജില്ലാ നേതൃത്വം മുൻപ് തന്നെ CBI അന്വേഷണം വേണ്ട എന്ന നിലപാട് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും കുടുംബത്തോടൊപ്പമാണ് എന്ന് പല വാർത്താ സമ്മേളനങ്ങളിലും പറയുകയും നവീന്റെ കുടുംബത്തിൽ എത്തി അത് ഉറപ്പ് നൽകുകയും ചെയ്തിട്ട് മറുഭാഗത്ത് ഇരയ്ക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന നടപടിയാണ് CPM-ന്റെ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് PP ദിവ്യ ജയിൽ മോചിതയായ ദിവസം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ തന്നെ അവിടെ എത്തി സ്വീകരണം നൽകിയ കാഴ്ചകളും കൂടി മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്തത്. എന്തായാലും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ തുടരുന്ന ഒരു സാഹചര്യം. CBI അന്വേഷണത്തിൽ കുറഞ്ഞ് മറ്റൊന്നും വേണ്ട എന്നൊരു നിലപാട് കുടുംബം ആവർത്തിക്കുമ്പോൾ ഒപ്പം തന്നെ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് എപ്പോൾ പുറത്തു വരും എന്നുള്ളതും ചോദ്യം ചെയ്യപ്പെടുകയാണ്. എന്നാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതിരോധമാകുകയാണ്, അതിൽ പ്രതിരോധത്തിലാവുകയാണ് ഈ ADM-ന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള CBI അന്വേഷണ പ്രഖ്യാപനം. ഒപ്പം തന്നെ CBI അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആവർത്തിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടത്. ഒരു രീതിയിലും CBI അന്വേഷണം വേണ്ടതില്ല, പോലീസിന്റെ അന്വേഷണം കൃത്യമായ രീതിയിലാണ്, റിപ്പോർട്ട് കൃത്യമായ രീതിയിലാണ്, അതിൽ തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ളൊരു ന്യായീകരണവും വിശദീകരണവുമാണ് സംസ്ഥാന നേതൃത്വം നൽകുകയും ചെയ്തത്. അവിടെയും CPM-ന്റെ ഭാഗത്തു നിന്ന് PP ദിവ്യയ്ക്ക് പൂർണ്ണമായുള്ള സംരക്ഷണം ഈ ഘട്ടത്തിലും നൽകുകയാണ്. ശരി ശാലിനി, ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ സർക്കാരിന്റെയും CPM-ന്റെയും ഇരട്ടത്താപ്പ് തുടരുകയാണ്. ഒരേ സമയം ഇരയ്ക്കൊപ്പം വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന നിലപാടാണ് പാർട്ടിക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും ഉള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.